കണ്ണൂർ ജില്ലയിലും മഴക്കെടുതി തുടരുകയാണ്. അടുത്ത 3 മണിക്കൂർ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പുണ്ട്. മലയോര മേഖലയിലാണ് ശക്തമായ മഴ തുടരുന്നത്. 1000-ഓളം പേർ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുകയാണ്. മനോജ് മയിൽ ചേരുകയാണ്. മനോജ്, ഏതെങ്കിലും തരത്തിലുള്ള നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? ഇപ്പോഴുള്ള സ്ഥിതി എന്താണ്? വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ അവധി പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. എന്താണ് ഇപ്പോഴുള്ള നിലവിലുള്ള സ്ഥിതി? പ്രതിഭ, മലയോര മേഖലയിലൊക്കെ കനത്ത മഴ തുടരുകയാണ്. പക്ഷേ ഈ ടൗൺ മേഖലയിൽ ഇന്നലെ മുതൽ അതിശക്തമായ ഒരു മഴയില്ല. നമ്മളിപ്പോൾ നിൽക്കുന്നത് കക്കാട് ഭാഗത്താണ്. ഈ കക്കാട് ഭാഗത്ത് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഈ റോഡിൽ നിറയെ വെള്ളമായിരുന്നു. ഈ കക്കാട് പുഴ കരകവിഞ്ഞ് ഒഴുകുകയാണ്. ഈ പള്ളിപ്പുറം റോഡാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഈ റോഡിൽ എപ്പോഴും എല്ലാ വർഷവും ഇതേ രീതിയിൽ തന്നെ വെള്ളം കയറാറുണ്ട്. ഇത് വലിയ ഒരു പ്രശ്നം തന്നെയാണ്. ഇതിലൂടെ ഇരുചക്ര വാഹനങ്ങളൊക്കെയാണ് വലിയ പ്രശ്നങ്ങളായി വരുന്നത്. ഇപ്പോൾ ഒരു വണ്ടി ഓഫായി പോയി സൈലൻസറിൽ വെള്ളം കയറി കാരണം അത്രയും വെള്ളമാണ് അവിടെ. ഇത് എപ്പോഴും ഈ അവസ്ഥ തന്നെയാണ് എപ്പോഴും അല്ലേ? എല്ലാ സീസണിലും ഉണ്ടാകുന്നുണ്ട്. ഇതിനൊരു ശാശ്വത പരിഹാരം ഇതുവരെ കാണുന്നില്ല. എങ്ങനെയാണ് എന്നാലും ഇത് ഇരുചക്ര വാഹന യാത്രക്കാരെയാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ഇത് എഫക്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഇരുചക്ര വാഹനങ്ങളിൽ എത്തിയ ആളുകളുണ്ട് ഇവിടെ. നിങ്ങളുടെ വണ്ടി ഓഫായി പോയി അല്ലേ? ഓഫായി പോയി, നടുക്കുന്ന് ഓഫായി പോയി. ഇത് കക്കാട് പള്ളിപ്പുറം പോകുന്ന റോഡാണ്. പള്ളിപ്പുറത്തെ ജനങ്ങൾക്കുള്ള ഏറ്റവും വലിയ ദുരിതം ഇതാണ്. ഈ മഴ പെയ്യുമ്പോഴേക്കന്നെ ഇവിടെ ഇങ്ങനെ വെള്ളം കെട്ടി നിൽക്കല് നല്ല ദുരിതം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത് ഈ അശാസ്ത്രീയമായിട്ടുള്ള ഈ എന്താ പറയണ്ടേ, ഇവിടെ ഈ സ്വിമ്മിംഗ് പൂള് അങ്ങനെ, പിന്നെ കുറച്ച് എല്ലാ വർഷവും നമ്മളെ പുഴകൾ ശരിയായ രീതിയിൽ പ്രവർത്തനം എന്നല്ല, ശരിയായ രീതിയിൽ പിന്നെ നമ്മളെ പുഴകളെ സംരക്ഷിക്കുന്നില്ല. അതുകൊണ്ട് വരുന്ന ഒരു മണൽ വാരാത്തത്, ചളി. പണ്ട് കാലങ്ങളിലൊക്കെ, എൻ്റെ ചെറിയ കാലങ്ങളിലൊക്കെ ഇവിടെ നിന്ന് പുഴകളും കൈപ്പാടുകളും നിറഞ്ഞ സ്ഥലമാണ് ഇത്. അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചളി വാരിയിട്ട് പണ്ടുള്ളവർ പുഴകളെ സുഗമമായിട്ട് ഒഴുകാനുള്ളൊരു ഉണ്ടായിരുന്നു. ഇപ്പം അതൊന്നും ഇല്ല. അതാണ് സംഭവം. എല്ലാ മഴക്കാലത്തും ദുരിതം തന്നെ. എല്ലാ മഴക്കാലത്തും ഇവിടെ ദുരിതമാണ്. പള്ളിപ്പുറം ജനങ്ങൾക്ക് ദുരിതമാണ് ഈ കക്കാട് ടൗണിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പുറത്തെ മുണ്ടാട് വഴി പോകാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മേഴ ചുവക്കുള്ള ബ്ലോക്ക്. അതാണ് ഇവിടെ. ഇപ്പോൾ വണ്ടി ഇരുചക്ര വാഹനങ്ങൾ ഓഫായി പോകുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. വലിയ പ്രശ്നം അതെ. സൈലൻസറിൽ വെള്ളം കയറിയിട്ട് ഇരുചക്ര വാഹനങ്ങൾ നിന്ന് പോവുക. ഈ വർഷം എന്ന് പറഞ്ഞാൽ മഴ വളരെ കുറവായതുകൊണ്ടും ഈ പ്രാവശ്യം പുഴ നിറഞ്ഞു കവിഞ്ഞ് ഒഴുകിയിട്ടില്ല. ഇപ്പോൾ ഈ 2 ദിവസമായിട്ടുള്ള ശക്തമായ മഴയിലാണ് ഇത്രയും ഈ ഒരു അവസ്ഥയിലേക്ക് വന്നത്. എൻ്റെ ചെറുപ്പകാലത്തിലൊക്കെ വെള്ളം ശരിക്കും പറഞ്ഞാൽ ഇവിടെ എന്ന് പറഞ്ഞാൽ മേലെ കുന്നിൻ്റെ മേലെ വരെ വെള്ളം കയറും. എൻ്റെ വീട് അടുത്താണ് ഇവിടെ. ഈ വീട്ടിൽ നിന്ന് നമ്മൾ മാറിപ്പോക്കാണ്. നമ്മളെ വീട്ടിൻ്റെ പകുതി വരെ മുങ്ങും ആ സമയത്ത്. അതൊരു കാലഘട്ടത്തിൽ നിന്നും വളരെ വ്യത്യസ്തമാണ്. ഇപ്പം വളരെ മഴയും കുറവാണ്, വെള്ളം കയറലും കുറവാണ്. കക്കാട് പുഴ എന്ന് പറഞ്ഞാൽ നിറഞ്ഞ് കവിഞ്ഞൊഴുകി മേലെ കക്കാട് കുന്നിൻ്റെ മേലെ വരെയുള്ള വെള്ളം അവിടെ മേലെ വരെ കയറും. അതിവിടെ ലീഗാഫീസ് വരെ ഉണ്ടാകും, വെള്ളം ഉണ്ടാവും. ഇപ്രാവശ്യം അന്ന് കുറേ മരണങ്ങൾ പോലും സംഭവിച്ചിരുന്നു എൻ്റെ ചെറുപ്പകാലത്ത്. ഇപ്പം വളരെ കുറവാണ്. ഇപ്പം ഈ പ്രാവശ്യം മഴയും കുറവാണ്, പുഴയും നിറഞ്ഞ് കവിഞ്ഞിട്ടൊന്നുമില്ല. കൂടുതലായിട്ടുള്ളൊരു ഒന്നും കാണുന്നില്ല. അതാണ് എൻ്റെ ഒരു നിഗമനത്തിൽ കാണുന്നത്. കാരണം കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വളരെ വലിയ പ്രവർത്തനങ്ങളും വെയിറ്റ് കാർഡിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ വളരെ ഉണ്ടായിരുന്നു. ഒന്നും കുറച്ച് കുറവാണ്. മണ്ടി നിശ്ചയം കാര്യങ്ങളൊന്നും കാണുന്നില്ല. ഏതായാലും ഈ മഴ ഇന്ന് കുറച്ച് കാലാവസ്ഥ നല്ല രീതിയിലാണ് പോകുന്നത് കാണുന്നത്. അപ്പോൾ ആ അവസ്ഥയിൽ ഈ റോഡ് എപ്പോഴും ഈ പള്ളിപ്പുറം ഈ റോഡാണ് എപ്പോഴും പ്രശ്നം. ഈ റോഡാണ് പ്രശ്നം എന്ന് പറഞ്ഞാൽ കാരണം വെച്ചാൽ റോഡ് ഒരു പുഴയിലാണ് എടുത്തത്. ഈ റോഡ് ഉണ്ടാക്കിയത്. അപ്പോൾ റോഡ് കുറച്ച് ഉയരത്തിലായി കഴിഞ്ഞാൽ ഈ പ്രശ്നം ഉണ്ടാവില്ല. റോഡ് താഴ്ത്തുള്ളത് അതാണ്. ഈ റോഡ് കുറച്ചും കൂടി ഉയരത്തിലാകുമ്പോൾ ഇതിന് 2 ഭാഗത്തും കോൺക്രീറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ പിച്ച് കെട്ടിയിട്ട് കുറച്ച് നന്നായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ വെള്ളത്തിനൊരു തരും. പക്ഷെ അത് ഈ റോഡ് വരുന്നത് കംപ്ലീറ്റ് ഇത് പുഴയിലാണ്. ഇതൊരു പുഴയായിരുന്നു ആ പള്ളിപ്പുറം വരെയുള്ള ഭാഗത്ത്. അത് ഈ പുഴയുടെ നടുക്കാണ് ഈ റോഡ് എടുത്തത്. പുഴയെ കുറ്റപ്പുറത്ത് കാര്യമില്ല. നമ്മുടെ നിർമ്മാണത്തിന്റെ അന്നത്തെ ഒരു അവസ്ഥയാണ് ഇതിങ്ങനെ പറഞ്ഞത്. പക്ഷേ ഈ റോഡ് ഒന്ന് ഉയർത്തിക്കഴിഞ്ഞാൽ ഈ മാറ്റം വരാൻ സാധ്യതയുണ്ടെന്ന്
എനിക്ക് പറയാനുള്ളത്. എന്തായാലും ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഇരുചക്ര വാഹന യാത്രക്കാരെയാണ് ഇത് ഏറ്റവും വലിയ ഒരു പ്രശ്നമായി ബാധിക്കുന്നത്. കക്കാട് പള്ളിപ്പുറം മേഖലയിലുള്ള യാത്രക്കാരൊക്കെ തന്നെ എപ്പോഴും എല്ലാ വർഷവും ഈ ദുരിതം അനുഭവിക്കുന്നുണ്ട്. ഈ കക്കാട് പുഴ ഈ കരകവിഞ്ഞ് ഒഴുകുന്നതാണ് ഇതിൽ ഈ പള്ളിപ്പുറം റോഡിനെ എപ്പോഴും ഇത് ബാധിക്കാൻ കാരണം. തൊട്ടപ്പുറത്ത് തന്നെ സ്വിമ്മിംഗ് പൂൾ ഉണ്ട്. ഈ സ്വിമ്മിംഗ് പൂൾ ഈ വെള്ളം കയറി നശിക്കുന്ന ഒരു സാഹചര്യം കഴിഞ്ഞ 8 വർഷമായി ഉപയോഗശൂന്യമായി കിടക്കുകയാണ്. ഈ സ്വിമ്മിംഗ് പൂൾ ലക്ഷങ്ങൾ കോടികൾ എന്ന് തന്നെ പറയാൻ കഴിയുന്ന രീതിയിൽ ചെലവഴിച്ച് നിർമ്മിച്ച സ്വിമ്മിംഗ് പൂളാണ്. ആ സ്വിമ്മിംഗ് പൂളിലും ഇങ്ങനെ ഈ കക്കാട് പുഴ കരകവിഞ്ഞ് വെള്ളം ഒഴുകി എത്തുന്ന ഒരു പ്രശ്നം. ഇങ്ങനെ നാട്ടുകാർ വലിയ രീതിയിലുള്ള ദുരിതം അനുഭവിക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടെയുള്ളത്. പക്ഷേ കഴിഞ്ഞ മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ വെള്ളം അല്പം കുറവാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണാം, ചെറിയ കുട്ടികളൊക്കെ ഈ വെള്ളത്തിൽ ഇങ്ങനെ ഇതൊക്കെ അപകടങ്ങൾ ഉണ്ടാക്കുന്നതാണ്. കുട്ടികളെയൊക്കെ മുതിർന്നവർ ശ്രദ്ധിക്കേണ്ടതാണ്. ഇത്തരം കാര്യങ്ങൾ, അതായത് സ്കൂളുകൾക്ക് അവധിയാണെങ്കിൽ പോലും കുട്ടികളൊക്കെ തന്നെ വീടുകളിൽ തന്നെ സുരക്ഷിതമായി നിൽക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ രക്ഷിതാക്കൾ തയ്യാറാകണം. കുട്ടികളിങ്ങനെ വെള്ളത്തിലൊക്കെ ഇറങ്ങി കളിക്കുന്നത് വലിയ തോതിലുള്ള അപകടങ്ങൾക്കൊക്കെ ഇടയാക്കാൻ സാധ്യതയുണ്ട് എന്ന കാര്യം കൂടി രക്ഷിതാക്കൾ ശ്രദ്ധിക്കണം. എന്തായാലും ഈ കക്കാട് റോഡിലൂടെയുള്ള യാത്ര അത് ദുഷ്കരമാണ്. എല്ലാ വർഷവും ഇത് അനുഭവിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് യാത്രക്കാർ ഒന്നടങ്കം പറയുന്നത്. എന്തായാലും കണ്ണൂർ ജില്ലയിൽ വലിയ രീതിയിലുള്ള പ്രയാസങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. ഇന്നലെ 1000-ഓളം പേർ, ഏതാണ്ട് 900-ലധികം ആളുകൾ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ഉണ്ടായിരുന്നു. ഇന്ന് രാവിലെയോടുകൂടി ഇതിൽ പലരും, ഏതാണ്ട് 300-ഓളം ആളുകൾ വീടുകളിലേക്ക് മടങ്ങി എന്നാണ് ജില്ലാ ഭരണകൂടം അറിയിക്കുന്നത്. 655 പേരാണ് ഇന്ന് രാവിലെ 9 മണിക്ക് ലഭിച്ച റിപ്പോർട്ട് പ്രകാരം ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നത്. വലിയ രീതിയിലുള്ള പ്രയാസങ്ങൾ അനുഭവിച്ചത് 13 വില്ലേജുകളിലാണ് ഈ ദുരിതം ഏറെ രീതിയിൽ പ്രയാസം സൃഷ്ടിച്ചിട്ടുള്ളത്. 2 വീടുകൾ പൂർണ്ണമായും 14 വീടുകൾ ഭാഗികമായും തകർന്നിട്ടുണ്ട് എന്നാണ് ദുരന്ത നിവാരണ അതോറിറ്റി അല്പം മുമ്പ് നൽകിയ റിപ്പോർട്ട് പ്രകാരം കാണിക്കുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള പ്രയാസം അനുഭവിക്കുന്ന മേഖലകൾ ഈ മലയോര മേഖലയിലാണ്. കണ്ണൂർ നഗരത്തോട് ചേർന്ന് ഇന്നലെ ഉച്ച മുതൽ മഴ കുറവായിരുന്നു. ഇന്നും ഇടവിട്ട് മാത്രമാണ് മഴ പെയ്യുന്നത്. തുടർച്ചയായി മഴ പെയ്യുന്നില്ല എന്നത് വലിയ ആശ്വാസമാണ്. എന്തായാലും ഇതേ രീതിയിൽ മലയോര മേഖലയിൽ ഇതേ രീതിയിൽ തന്നെ മഴ തുടർന്നു പോയാൽ വലിയ രീതിയിലുള്ള പ്രയാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് ദുരന്ത നിവാരണ അതോറിറ്റിയും പറയുന്നത്. അതുകൊണ്ട് തന്നെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറുന്ന സ്ഥലങ്ങളിലൊക്കെ ഉള്ളവർ ജാഗ്രത പുലർത്തണം എന്ന നിർദ്ദേശം കൂടി നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഡാമുകളൊക്കെ തന്നെ ഡാമുകളുടെ പഴശ്ശി ഉൾപ്പെടെയുള്ള ഡാമുകളുടെ ഷട്ടർ തുറക്കും എന്നുള്ള അറിയിപ്പും കൂടി വന്നിട്ടുണ്ട്. നേരത്തെയും അത് തുറന്നിട്ടുണ്ട്. ആ രീതിയിൽ തുറക്കുമ്പോൾ ഈ പുഴകളിലൊക്കെ വെള്ളം കയറാനുള്ള സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ കർണാടകയിലെ വനമേഖലയിലും ശക്തമായ മഴ പെയ്യുന്നുണ്ട്. ഇതാണ് ഈ പുഴകളിൽ വലിയ രീതിയിൽ വെള്ളം കയറാൻ കാരണമാകുന്നത്. പുഴകളിൽ വലിയ രീതിയിൽ എല്ലാ പുഴകളിലും ഇപ്പോൾ നിറഞ്ഞു കവിഞ്ഞ ഒരു അവസ്ഥയുണ്ട്. കടൽ വെള്ളം എടുക്കാത്ത ഒരു സ്ഥിതി, അതായത് വലിയ രീതിയിലുള്ള പ്രയാസം ഈ പുഴയോരത്തുള്ള ആളുകൾക്കൊക്കെ വലിയ രീതിയിലുള്ള പ്രയാസം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന മുന്നറിയിപ്പ് വരികയാണ്. പുഴകളിൽ മണലെടുപ്പ് ഇല്ലാത്തതാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് കാരണം എന്നുള്ള പ്രതികരണം കൂടി നമുക്ക് പല ആളുകളും നമ്മോട് സംസാരിക്കുമ്പോൾ പറഞ്ഞിരുന്നു. ഇപ്പോൾ ഈ കക്കാട് പുഴയുടെ കാര്യം തന്നെ ചെളി നിറഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. കക്കാട് സൗന്ദര്യവൽക്കരണത്തിന് വേണ്ടിയുള്ള പദ്ധതികളൊക്കെ നേരത്തെ കോർപ്പറേഷൻ ആവിഷ്കരിച്ചിരുന്നു. പക്ഷേ അതൊന്നും ഒരു ഫലപ്രാപ്തിയിൽ എത്തിയിട്ടില്ല. നേരത്തെ കോടികൾ ചെലവഴിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനം, ഈ കക്കാട് പുഴ ശുചീകരിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളൊക്കെ നടന്നിരുന്നു. പക്ഷേ ഈ മഴക്കാലത്ത് വെള്ളം കയറുന്നതിന് ഒരു തരത്തിലുള്ള മാറ്റങ്ങളുമില്ല. ഈ റോഡും പുഴയും ഏതാണ്ട് സമാന്തരമായി, അതായത് ഏതാണ്ട് ഒരേപോലെ തന്നെ നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. പുഴയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഈ റോഡ് നിർമ്മിച്ചത് പുഴയുടെ ഭാഗത്തു കൂടിയാണ് ഈ റോഡ് നിർമ്മിച്ചത് എന്നുള്ള കാര്യം കൂടി നമ്മൾ വിസ്മരിക്കരുത്. അപ്പോൾ അല്പം കൂടി ഈ റോഡ് ഉയർത്തി നിർമ്മിച്ചാൽ മാത്രമേ ഈ പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ കഴിയുള്ളൂ. ഏതാണ്ട് വലിയ രീതിയിലുള്ള ഒരു പ്രയാസം ഈ ഭാഗത്തുള്ള ജനങ്ങളൊക്കെ അനുഭവിക്കുന്നുണ്ട്. അതിന് ശാശ്വതമായ ഒരു പരിഹാരം കാണാൻ സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ഇടപെടൽ ഉണ്ടാകണം എന്നാണ് എല്ലാവരും ആവശ്യപ്പെടുന്നത്. ഈ റോഡ് ഡ്രൈവറാണ്. ഈ റോഡ് അല്പം ഉയർത്തിയാൽ ഈ പ്രശ്നം തീരുമോ? ഈ റോഡ് ഉയർത്തിയതിനെ കൊണ്ട് പ്രശ്നം തീരുമൊന്നും ചെയ്യുക. ഇത് എന്നാന്ന് പറഞ്ഞാൽ വർഷം അടിഞ്ഞുകൂടുന്ന മാലിന്യങ്ങൾ എന്ന് പറഞ്ഞാൽ മണ്ണ് ഒഴുകി വരുന്നുണ്ട്. അത് കൃത്യമായി
എടുക്കണം. വേനൽക്കാലത്ത് തന്നെ അതിൻ്റെ പ്രവർത്തനം നടക്കണം. ഇത് എന്താണെന്ന് പറഞ്ഞാൽ മഴ തുടങ്ങുന്നതിന് കുറച്ച് മുന്നേ എല്ലാ ഓവുചാലുകളും വൃത്തിയാക്കാൻ തുടങ്ങും. എന്നാൽ അതിൻ്റെ ഇടയ്ക്ക് മഴ പെയ്യുകയും ചെയ്യും. അപ്പോൾ ഇത് അവിടെ നിൽക്കും. ഇപ്പോൾ ഒന്നും വേണ്ട, കാൽടെക്സിൻ്റെ ഒരു ഓവുചാലിൻ്റെ നിങ്ങൾക്കറിയാം. അത് വേനൽക്കാലത്ത് ഇവർക്കെന്താ, ഇത് ഇപ്പോഴൊന്നുമല്ല, കാൽടെക്സിൻ്റെ ഓവുചാല് തന്നെ കുറേ മുന്നേ സംഭവം നടന്നതാണ്. അത് മഴക്കാണ് ആ ജോലി നടക്കുന്നത്. അപ്പോൾ ടൗണ് കംപ്ലീറ്റ്, ശനിയാഴ്ചത്തെ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരു റൂട്ടിലും പോകാൻ കഴിയാത്ത അവസ്ഥ. കാരണം ഇത് നിരുത്തരപരമായ ഒരു പരിപാടിയാണ് ഇവർ ചെയ്തത്. കോർപ്പറേഷൻ എന്ന് പറഞ്ഞാൽ പണ്ട് മുതലേ കോർപ്പറേഷൻ UDF ആണ് ഭരിക്കുന്നത്. ഒരു പ്രാവശ്യം മാത്രമേ LDFൻ്റെ കയ്യിൽ, അതും ഒരാളെ ബലത്തിൽ, PK രാഗേഷ്, വിമതനായ PK രാഗേഷിൻ്റെ ബലത്തിലാണ് വന്നത്. PK രാഗേഷ് ഒന്നും ചെയ്യാൻ വിടാത്ത രൂപത്തിലാണ് ആ LDF ഭരിക്കുന്ന സമയത്ത് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല എന്ന് തന്നെ പറയാം. ഇപ്പം കോർപ്പറേഷൻ്റെ 2 കാർ പാർക്കിംഗ് ആർക്ക് വേണ്ടി ഉണ്ടാക്കിയത്? ഗതാഗത കുരുക്ക് ഒഴിവാക്കാൻ വേണ്ടി പാർക്കിംഗ് ഉണ്ടാക്കി. പക്ഷേ ഇപ്പോൾ കൂടുതൽ ഗതാഗത കുരുക്കാണ് ഉണ്ടായത്. മുന്നേ മുനിസിപ്പാലിറ്റി ഭരിക്കുന്ന സമയത്ത് ഒരു പഴയ, നിങ്ങൾക്ക് അറിയുമെന്നറിയില്ല, പഴയ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇപ്പുറം കിടക്കാൻ വേണ്ടി ഒരു ഫ്ലൈ ഓവർ ഉണ്ടാക്കിയിരുന്നു. അത് ഉണ്ടാക്കിയതിനെക്കാട്ടും കൂടുതൽ പൈസ കൊടുത്തിട്ടാണ് അത് പൊളിപ്പിച്ചത്. ഇനി അതുപോലെ തന്നെ ഈ പാർക്കിങ്ങും അതുപോലെ പൊളിക്കുക തന്നെയാണ് ഉണ്ടാവുക. അല്ലാതെ ഇത് അവിടെ നിലനിൽക്കുകയൊന്നും ചെയ്യില്ല. ഇത് കാരണം എന്ന് പറഞ്ഞാൽ കമ്മീഷൻ അടിച്ചെടുക്കുക എന്നൊരു വ്യവസ്ഥിതി നമ്മളെ രാഷ്ട്രീയത്തിൽ വന്നുകൂടിയിരിക്കുന്നു. അത് ഇല്ലാതാക്കി കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ നാട് മുന്നോട്ട് പോകൂ. ഇത് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഓട്ടോ ഓടിക്കുന്ന പ്രധാനപ്പെട്ട മേഖലയാണ്. കാരണം ടൗണ് കംപ്ലീറ്റ് ബ്ലോക്കായി കഴിഞ്ഞാൽ ഞങ്ങൾ വേഗം ഷോർട്ടായിട്ട് വാരം അങ്ങനെയുള്ള അങ്ങോട്ടേക്കെല്ലാം പോകുന്ന വഴിയാണിത്. ഇത് വർഷം നമ്മൾ അനുഭവിക്കുന്ന കാര്യമാണ്. കാരണം 2 വീലറും 3 വീലറും ഈ വെള്ളത്തിലൂടെ പോകുമ്പോൾ ഓഫാകുന്ന മാത്രമല്ല, വെള്ളം കയറി കഴിഞ്ഞാൽ ഇഞ്ചൻ പണി എടുക്കേണ്ടി വരും. അപ്പോൾ ഇതിന് വലിയ പ്രയാസമാണ്. ശാശ്വതമായ പരിഹാരം വേണം. കാരണം ഒന്ന് ആഴം കൂട്ടി, ഇത് മണ്ണ് നീക്കിയാൽ തന്നെ ആഴം കൂടും. ആഴം കൂടുമ്പോൾ പറഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്കായി, ഇത് വളവട്ടണം പുഴ വെള്ളം കയറുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ വെള്ളം കയറും. ഇല്ല എന്ന് ഞങ്ങൾ പറയുന്നില്ല. പക്ഷെ അതിനൊരു ശാശ്വതമായ ഞാൻ ചെറുപ്പത്തിൽ നമ്മൾ പഠിച്ച ഒരു പാഠമുണ്ട്. കാക്കക്ക് ദാഹിച്ചിട്ട് ഒരു ഗ്ലാസ്സിൽ ഈ ഗ്ലാസ് വെള്ളം കണ്ടു, അതിൽ കല്ല് കൊത്തിയിട്ട് കൊണ്ടാണ് വെള്ളം കയറി വന്നത്. അതേ സ്ഥിതിയാണിത്. എന്നിട്ടാണ് ആ കാക്ക ദാഹം തീർക്കുന്നത്. ക്ലാസ്സിൽ പഠിച്ച പാഠമാണ്. അത് നമ്മളെ തലയിലുണ്ടാവണം, അത് ഭരണാധികാരികളുടെ തലയിലുണ്ടാവണം. അല്ലാത്തിടത്തോളം കാലം ഇത് ശാശ്വതമായ പരിഹാരം കാണാൻ കഴിയില്ല. എന്തായാലും അദ്ദേഹത്തിൻ്റെ ഒരു നിർദ്ദേശം, ഓട്ടോ ഡ്രൈവറാണ്, കക്കാട് ഓട്ടോ ഓടിക്കുന്ന ആളാണ്. ഇതിലൂടെ ഷോർട്ട് കട്ടായി വാരം ഉൾപ്പെടെയുള്ള മേഖലയിലേക്ക് പോകേണ്ടതാണ്. അതിന് പോകാൻ കഴിയാത്തതിൻ്റെ ഒരു വിഷമമാണ് അദ്ദേഹം പറഞ്ഞത്. അധികൃതർ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ കക്കാട് പുഴ ഈ വേനൽക്കാലത്ത് തന്നെ അതിൻ്റെ ഇങ്ങനെ വെള്ളം കയറാനുള്ള ഒരു സാധ്യതയുണ്ട് എന്ന രീതിയിൽ, ഒരു മുന്നൊരുക്കം എന്നുള്ള രീതിയിൽ അതിൻ്റെ ചളിയൊക്കെ നീക്കം ചെയ്യുന്ന ഒരു പ്രവർത്തനം നടക്കാത്തതാണ്. അതോടൊപ്പം തന്നെ ഓവുചാലുകൾ നമുക്ക് ഇവിടെ തന്നെ കാണാം. അദ്ദേഹം പറഞ്ഞതിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇവിടെ തന്നെ ഉണ്ട്. നമ്മുടെ ഓവുചാലൊക്കെ ഈ മേഖലയിലുള്ള ഓവുചാലൊക്കെ ഇപ്പോഴും നമുക്ക് കാണാം. ഇതൊക്കെ നിറഞ്ഞ് കവിഞ്ഞ് നിൽക്കുന്ന, അതായത് നീരൊഴുക്ക് തടസ്സപ്പെടുന്ന രീതിയിലുള്ള ഒരു ഓവുചാലൊക്കെ ഇവിടെയും നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ എല്ലാ മേഖലയിലും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അതായത് ചെറിയ തോതിലുള്ള മുന്നൊരുക്കങ്ങളുടെ കുറവ് ഉണ്ടാകുന്നുണ്ട്. ഇതാണ് ഇത്തരത്തിലുള്ള വെള്ളപ്പൊക്കങ്ങൾക്കൊക്കെ കാരണമാകുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇവിടെ തന്നെ ഓട്ടോ ഓടിച്ച് പോകുന്ന ആളാണ്. എന്തായാലും കോർപ്പറേഷനെ കുറ്റം പറയുന്നുണ്ട്. അതൊരു രാഷ്ട്രീയ വിമർശനം കൂടി അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ട് എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാം. പക്ഷേ എന്ത് വിമർശനം ഉണ്ടായാലും ഇത്തരത്തിലുള്ള മുന്നൊരുക്കങ്ങൾ, അതായത് കക്കാട് പുഴ ഈ എല്ലാ വർഷവും ഉണ്ടാകുന്നതാണ്. ഇവിടെ എന്തായാലും ശക്തമായ മഴ പെയ്താൽ ഇവിടെ വെള്ളം കയറും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അപ്പോൾ അത് പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ വേനൽക്കാലത്ത് തന്നെ തുടങ്ങേണ്ടതുണ്ട് എന്ന ഒരു നിർദ്ദേശമാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്. എന്തായാലും വലിയ പ്രയാസം ഇവിടുത്തെ ആളുകൾക്ക് ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. നിരവധി വാഹനങ്ങൾ ഇവിടെ കുടുങ്ങിയ ഒരു സാഹചര്യമുണ്ട്. ഇരുചക്ര വാഹനങ്ങൾ, ഓട്ടോറിക്ഷകളൊക്കെ തന്നെ ഈ വെള്ളത്തിൽ അകപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട്. പ്രതിഭ.